നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സന്തോഷ വാർത്തയോടെ നിങ്ങൾ അറിയിക്കുകയാണ്. ഇതിൽ പ്രവർത്തിക്കുന്ന ഒരുവിധപ്പെട്ട കലാകാരന്മാർക്കെല്ലാം ആ റീമേക്ക് വേർഷനിൽ ഹൗസ്ഫുൾ എന്ന് പറഞ്ഞാൽ പെരിന്തൽമണ്ണ വിസ്മയം. അടുത്ത ആഴ്ച നമ്മൾ കൂടുതൽ സെന്ററിലേക്ക് ഈ സിനിമ നേടിയിട്ടുണ്ട്. കാരണം അദ്ദേഹം നേടുന്നില്ല, നമ്മൾ ഈ സിനിമയുടെ ഒരു സക്സസ്ഫുള്ളായിട്ടോ അതുകൊണ്ട് നമ്മുടെ ഈ സിനിമയിൽ അഭിനയിച്ച ജിഷ്മു നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഈ സിനിമ. അതുപോലെ തന്നെ ഈ സിനിമയിലെ മറ്റൊരു കഥാപാത്രം അവതരിപ്പിച്ച ഫാത്തിമ, അതുപോലെ തന്നെ അത് ക്ലൈമാക്സിൽ വരുന്ന നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ക്ലൈമാക്സിൽ ഒരു അച്ഛൻ കഥാപാത്രം സതീഷ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ സിനിമ ഇഷ്ടപ്പെട്ട കണ്ടുകൊണ്ട് പ്രതീക്ഷിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഈ കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാൻ അതുകൊണ്ട് സുഹൃത്തിന് 2 വാക്കുകൾ നിങ്ങളോട് സംസാരിക്കണം. അദ്ദേഹത്തിന് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമായിട്ട് എല്ലാവർക്കും നന്ദി. എന്നെ ഈ നിലയിലേക്ക് നിങ്ങൾ മാത്രമാണ്. പിന്നെ ഞാൻ ഈ സിനിമ കൊണ്ട് നടക്കാറ് തുടങ്ങിയിട്ട് കുറേ കാലമായി. ബാക്ക് ബെഞ്ചേഴ്സ് എൻ്റെ ജീവിതത്തിൽ വന്നിട്ട് കുറേ കാലമായി. അതുകൊണ്ട് ഞാൻ അറിയാത്ത വഴികളില്ല. ഞാൻ കഥ എഴുതി കുറെ നടന്നു, തിരക്കഥയ്ക്ക് കുറെ നടന്നു, കുറെ ആളുകൾ പിന്നാലെ നടന്നു, ഷൂട്ട് ചെയ്ത് കുറെ നടന്നു, കുറെ വർഷങ്ങൾ നടന്നു. ഒടുവില് സിനിമ തീർത്തു. സിനിമ തീർത്ത് അയ്യെ തെറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലെത്തിയിട്ട് സിനിമ തീർത്തത് ഇറക്കാൻ വഴിയില്ല. അങ്ങനെ നിന്നിട്ട് ഇറക്കാൻ ഒരു നിർത്തില്ല എന്ന് പറഞ്ഞിട്ട് അതിന് കുറെ ആളുകളുടെ പിന്നാലെ നടന്നു. ഒടുവില് ലാസ്റ്റ് സൻഹാ സ്റ്റുഡിയോന്റെ ഓഫീസിൽ കയറി ചെന്നു. ഇതാണ് സൻഹാ സ്റ്റുഡിയോന്റെ ഓണറ്. ഞാൻ നേരെ അവിടെ കയറി ചെന്ന് പുള്ളിനോട് പറഞ്ഞു, എനിക്കൊരു സിനിമ ഉണ്ട്, ഇറക്കണം, നിങ്ങൾ കണ്ടിട്ട് പറ്റിയ ഇറക്കുമോ?
പൈസയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒരുപാട് റേറ്റ് പറഞ്ഞു, ഒരുപാട് ഇത് പറഞ്ഞു. എന്നെ കൊണ്ട് കഴിയാത്തതാണ്. അപ്പോഴേക്കും എന്റെ എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം എന്നെ അറിയുന്നവർക്ക് അറിയാം. ഈ സിനിമ എന്റെ ജീവിതത്തിൽ ആക്കാൻ പറ്റിയിരിക്കുന്നു. എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. അപ്പോ ഈ സിനിമയില് പറ്റിയ സംഭവങ്ങളൊക്കെ ജീവിതത്തിൽ 1, 2 എന്ന് പറഞ്ഞിട്ട് എണ്ണി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞ് എന്റെ എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ സിനിമ ഇറക്കണം, എന്ത് പോയത് പോയി, ഞാൻ ജീവനോടുണ്ടല്ലോ, സിനിമ ഇറക്കണം. അങ്ങനെ ഞാൻ ഷാനിഖ് ഖാന്റെ ഓഫീസിൽ കയറിച്ചെന്ന് ഷാനിഖ് ഖാനോട് പറഞ്ഞു എനിക്ക് സിനിമ ഇറക്കണം, എന്ത് ചെയ്യാൻ പറ്റും. ഷാനിഖ് എന്റെ മനസ്സ് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു നമുക്ക് ഇറക്കാടാ എന്ന് പറഞ്ഞു. അങ്ങനെ തിയേറ്ററോ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഷാനിഖ് എന്നോട് കയ്യാന്നിട്ട് പറഞ്ഞു നമുക്ക് ഇത് ഇറക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് വെറുതെ ഇറക്കാന്നുള്ള പ്ലാനിൽ നിൽക്കുകയായിരുന്നു. പിന്നെ ക്യൂബിൽ ലോഡ് ചെയ്യുന്ന ദിവസം, അതായത് റേസിന്റെ ഏതാനും ദിവസം മുന്നേണ് ഓഡിയോ ഫയൽ വാങ്ങാൻ പോലും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. ഞാൻ റിലീസിന്റെ 4 ദിവസം മുന്നേണ് ഞാൻ ഓഡിയോ ഫയൽ വാങ്ങി ലോഡ് ചെയ്യുന്നത്. എന്നിട്ട് അന്നാണ് ഒരു ഏകദേശം കുറച്ച് ദിവസം മുന്നേണ് ആ ഇത് ഷാനിഖ് കാണുന്നത്. സിനിമ കണ്ടപ്പോൾ ഷാനിഖ് എന്നോട് ഒരു വാക്കാണ് പറഞ്ഞത്, ഇത് ചെറിയ സിനിമയാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്, ഇത് വലിയ സിനിമയാണെന്ന് പറഞ്ഞു. അതേപോലെ ഇനി മുതൽ ഇത് നിങ്ങളുടെ സിനിമയാണ്, ഞാനിതിലൊന്നുമല്ല, നിങ്ങളെല്ലാവരും തന്ന പ്രോത്സാഹനമാണ് ഞാൻ ഇതുവരെ എത്തിയത്. എല്ലാവർക്കും നന്ദി നന്ദി നന്ദി. സിനിമയിൽ അഭിനയിച്ച നമ്മുടെ ഹീറോയെ ഒരു 2 വാക്ക് സംസാരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരുപാട് യാത്രകൾ അനുഭവിച്ചിട്ടാണ് ഈ ഒരു പടം ഇത്രയും എത്തിച്ചത്. അത് എനിക്ക് സുന്ദറിനൊക്കെ ഒരുപാട് അറിയാം. ഒരു 3 മാസം ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടായിരിക്കും. അപ്പം എന്തായാലും ഇങ്ങനെ സിനിമ ഇറങ്ങിയത് സന്തോഷം. അതെൻ്റെ ഫാമിലിയുടെ മുന്നിൽ വന്ന് എനിക്കിപ്പോൾ പണ്ട് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിൻ്റെയും പൃഥ്വിരാജിൻ്റെയും എല്ലാ സിനിമകൾ ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് കണ്ടൊരു വ്യക്തിയാണ്. ആ തിയേറ്ററിൽ എനിക്ക് എൻ്റെ ഫേസ് ആ സ്ക്രീനിൽ കാണാൻ പറ്റി. അതന്നെ ഏറ്റവും വലിയ സന്തോഷം. ഈ ഒരു അവസ്ഥയിൽ ഞാൻ എൻ്റെ സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള തന്നോടും അതുപോലെ തന്നെ അച്ഛൻ, അമ്മ, ചേച്ചി, അതുപോലെ തന്നെ ലാസ്റ്റ് സിനിമ അവസാനിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരു കയ്യടി കൂടെ ഉണ്ടായിരുന്നു. അത് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു. സുജിത്ത് എന്നെ പെരിന്തൽമണ്ണയിലുള്ള സുജിത്തിന്റെ അടുത്ത കളി ചെന്നൈയിലാണ്. ഈ സിനിമ എൻ്റെ ചാക്കൂർ സ്റ്റുഡിയോസ് എന്നുള്ള കമ്പനി തമിഴിൽ റീമേക്ക് ചെയ്യാനുള്ള കരാർ ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ട്. ജൂലൈയിൽ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു കുറച്ചുകൂടെ ഡെവലപ്പായിട്ട് ഈ സിനിമ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഓൾറെഡി തെലുങ്ക് ഓഫർ വന്നിട്ടുണ്ട്. നല്ലൊരു കണ്ടന്റ് ആണെന്ന് ഞാൻ ചെന്നൈയിൽ പോയി പടം കാണിച്ചു പറഞ്ഞു. നല്ലൊരു കണ്ടന്റ് ആണ്, നമുക്ക് ഈ സിനിമ ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ സുജിത്തിന് ഒരു ഹൊറർ പടം ചെയ്യാനായിട്ട് ഇന്നൊരു ഓഫർ വന്നിട്ടുണ്ട്. അപ്പൊ സുജിത്ത് എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവമല്ല, ഒരു വലിയ സംഭവമാണ്. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ബ്രദറാണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. നമുക്ക് ഈ കേബിളിലേക്ക് കിടക്കണം. കലാകാരന്മാരെ കൈവിട്ടെ നല്ലൊരു കൈ ഒരു ചെറിയ സിനിമയുണ്ടല്ലോ, വലിയ സിനിമ കാണുന്നുണ്ട്. പിന്നെ ഈ സിനിമ വലിയ ഒരുപാട് തിരക്കുള്ള ഒരു സ്ഥാപനമാണ് വിസ്മയ സിനിമാക്സ്. അപ്പൊ ഇവിടെ ഒരുപാട് ഹിറ്റ് പടങ്ങൾ കളിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ചെറിയ സ്പേസ് ഉണ്ടാക്കി തന്ന സജീഷ് ചേട്ടനെ എന്റെ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സിന് എല്ലാവരെയും വിസ്മയിലേക്ക് ഞാൻ നന്നായി സ്വാഗതം ചെയ്യാം. നമ്മുടെ അച്ഛനോട് അദ്ദേഹത്തിന് 2 വാർത്ത സംസാരിക്കാനുള്ള അവസരം. എല്ലാവരോടും ഞങ്ങൾ ഇഷ്ടമായിരിക്കുകയാണ്. സുജിത്ത് എൻ്റെ അടുത്ത സുഹൃത്താണ്. ഈ സിനിമ ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരു സിനിമയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കുറേ ദിവസങ്ങൾ ഒരുമിച്ച് ചെലവഴിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ സിനിമ ഇഷ്ടപ്പെട്ടുകൊണ്ട് പറഞ്ഞതിൽ സന്തോഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ കേക്ക് എല്ലാവരും കഴിക്കുക. തുടർന്ന് നിങ്ങളുടെ സഹകരണം സുജിത്തിന് കൊടുക്കുക. നല്ലൊരു കലാകാരനാണ്. അപ്പൊ എല്ലാവരും ഇവിടെ വന്നാലും നമ്മുടെ ഈ സിനിമ കണ്ടതിലും നിങ്ങളെല്ലാവരെയും ഒന്ന് കാണാൻ പറ്റിയതിലും വളരെ സന്തോഷം. തുടർന്ന് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ ഓൾ. അടിപൊളി സിനിമയാണ്. എല്ലാം സൂപ്പർ, ഇഷ്ടപ്പെട്ടു. അടിപൊളി. We are backbenchers.
ഒന്നാണേ ഒരു മനസ്സാണേ ഒരു നാളും പിരിയാക്കൂട്ട ഒന്നാണേ ഒരു മനസ്സാണേ ഒരു നാളും പിരിയാക്കൂട്ട അറിവെന്നൊരു ആയുധമേന്തി പടപിറകിൽ അണിചേരുമ്പോ പയറ്റും പല അടവും ഞങ്ങൾ പതിയെ മുന്നേറും ഞങ്ങൾ Backbenchers